എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോകു അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു വലിയ പിരമിഡ് അത് ദിവസങ്ങളെടുത്ത് അതിന് മുകളിൽ കയറിയിരിക്കുകയാണ്. അവൻ ഒരുപാട് ബാരലുകളിലൊക്കെ ആ ഹോളി വാട്ടർ അത് അന്വേഷിച്ച് അതിന്റെ ഏറ്റവും മുകളിലെത്തി. അവിടെ എത്തിയപ്പോൾ കാണാൻ സാധിച്ചത് ഒരു ക്യാറ്റിനെയാണ്. അതിന്റെ കയ്യിലാണ് ആ ഒരു ഹോളി വാട്ടർ അതുള്ളത്. ക്യാറ്റാണെങ്കിൽ മുകളിലുള്ള ആ ഹോളി വാട്ടർ അത് ചൂണ്ടി കാണിച്ചു കൊടുക്കും. പക്ഷെ അത് ഗോകുവിന് കൊടുക്കാൻ അത് തയ്യാറല്ല എന്ന് തീർത്ത് പറയും. പക്ഷെ ഗോകുവിന് അവന്റെ ഫ്രണ്ട് ആ ജയന്റ് മാനിനെ രക്ഷിച്ചേ പറ്റൂ, അതിന് ആ ഹോളി വാട്ടർ അത് ആവശ്യമാണ്, സോ എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറി അതെടുക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് സ്വഭാവം മാറിയ ക്യാറ്റ് ആണെങ്കിൽ ഗോകുവിനെ ഇടിച്ച് താഴെയിടും. പിന്നീട് അതിന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ ഒരു ഹോളി വാട്ടറിന്റെ ജഗ് അത് ഓരോ ഭാഗത്തേക്ക് മാറ്റി ഗോകുവിനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും അതെടുക്കാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്ത കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി ഇപ്പൊ നല്ല ഫോഴ്സിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ക്യാപ്റ്റൻ റോഷിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒന്ന് കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന്. സോ ആളുടെ സ്ട്രെങ്ത് പവർ എല്ലാം ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഗോകു. അവൻ ആ ക്യാറ്റിനോട് ഇതിനു മുൻപ് ഇതെടുക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിന് ആ ക്യാറ്റ് പറയും 800 വർഷങ്ങൾക്കിടയിൽ ഒരാളാണ് ഈ ഹോളി വാട്ടർ കുടിച്ചത്, അത് മറ്റാരുമല്ല നിന്റെ മാസ്റ്റർ റോഷി. അത് കേട്ട് ഗോകു ഞെട്ടും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, എത്ര ടൈം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് എടുക്കാൻ കഴിഞ്ഞത്. അതിനാ ക്യാറ്റ് ആണെങ്കിൽ 3 എന്ന് കാണിച്ചു കൊടുക്കും. ഗോകു അത്ഭുതത്തോടു കൂടെ 3 മിനിറ്റ് കൊണ്ട് മാസ്റ്ററിന് ഇത് എടുക്കാൻ കഴിഞ്ഞോ? അത് കേട്ട ക്യാറ്റ് ചിരിക്കും. 3 മിനിറ്റ് അല്ല 3 വർഷം. നീണ്ട 3 വർഷം പോരാടിയതിനു ശേഷമാണ് മാസ്റ്ററിന് ഇത് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഗോകുവിനാണെങ്കിൽ അത് കേട്ട് ചത്താ മതിയെന്നാവും. ഗോകു ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ക്യാറ്റ് ആണെങ്കിൽ ചുറ്റും നോക്കും. ഓ നോ, നല്ല ഹെവി മഴ, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു, ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയും. ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ മുടിയനെ പറ്റിയും ജയന്റിനെ പറ്റിയും ആ കുഞ്ഞു പെണ്ണിനെ കുറിച്ച് ആലോചിക്കും. ഓ നോ, എന്റെ ഫ്രണ്ട് അവൻ അപകടത്തിലാണ്, എത്രയും വേഗം എനിക്ക് ആ ഹോളി വാട്ടർ കിട്ടണം, അതല്ല എങ്കിൽ അവന്റെ ജീവൻ തിരികെ പിടിക്കാൻ എന്നെ കൊണ്ടാവില്ല, മുൻപിൽ സമയമില്ല, എനിക്കത് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ഇപ്പൊ ക്യാറ്റിന്റെ ചുറ്റും വട്ടത്തിൽ കറങ്ങി അവന്റെ ഒരുപാട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഈസി ആയിട്ട് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ക്യാറ്റ് അവൻ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് ഗോകുവിനെ പറ്റിക്കുകയാണ്. ഗോകു ആണെങ്കിൽ തെറിച്ചു വന്ന് അടിച്ചു വീഴും. ക്യാറ്റ് ക്യാഷ്വലായി മഴയ്ക്ക് ഇറങ്ങി വന്ന് അവന്റെ ബെഡൊക്കെ അറേഞ്ച് ചെയ്യും. എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, ഞാൻ ഭയങ്കരമായിട്ട് ടയർഡാണെന്ന് പറയും. ഗോകു ആണെങ്കിൽ വീണ്ടും അത് തട്ടിയെടുക്കാനായി അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം വിശപ്പിന്റെ വിളി അത് അവനെ അലട്ടുകയാണ്. ഓ നോ, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഫുഡ് കഴിച്ചത്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഗോകു താഴേക്ക് അടിച്ചു വീഴും. അത് കേട്ട ക്യാറ്റ് പറയും, ആ ഫുഡ് കഴിച്ചിട്ട് 5 വർഷമായെന്ന് പറഞ്ഞ് അതാണെങ്കിൽ ഇപ്പോൾ ഒരു ഫിഷൊക്കെ വെച്ച് ഫ്രൈ ചെയ്ത് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഗോകു ആണെങ്കിൽ ഈണം കാരണം കൂർക്കം വലിച്ചുറങ്ങും. അല്പസമയം കഴിഞ്ഞ് ആ ഫിഷൊക്കെ റെഡിയായതിനു ശേഷം ആ ക്യാറ്റ് ഗോകുവിനെ വിളിക്കും. വായോ, നമുക്ക് ലഞ്ച് കഴിക്കാം. ഗോകു ആണെങ്കിൽ ആ ഫിഷ് കണ്ട് നാവിൽ വെള്ളം ഊറി അവിടേക്ക് ഓടി വരികയാണ്. അടുത്ത നിമിഷം ആ ക്യാറ്റ് ആ ഫിഷ് മുഴുവനായിട്ടും അകത്താക്കും. അതിനുശേഷം ചെറിയൊരു പില്ല് അവന് കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, ആ ഫിഷ് മുഴുവൻ നീ കഴിച്ചല്ലേ, ഈ ചെറിയ പില്ലുകൊണ്ട് എന്റെ വിശപ്പടങ്ങില്ല. മറ്റാണെങ്കിൽ അത് അവനോട് ട്രൈ ചെയ്യാൻ പറയും. മനസ്സില്ലാ മനസ്സോടുകൂടെ ഗോകു അത് കഴിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ വയറും മനസ്സും ഒരുപോലെ നിറയും. മറ്റാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ഗോകുവിന്റെ ആ ഡ്രാഗൺ ബോൾ അത് കയ്യിലെടുക്കും. ഇതുപോലുള്ള വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ജനലിലൂടെ തൂക്കി എറിയാണ്. ഗോകു ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഓ നോ, അതിന്റെ ഗ്രാൻഡ് പേയുടെ ഡ്രാഗൺ ബോൾ ആണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തതെന്ന് പറഞ്ഞ് അവനിപ്പോൾ അത് എടുക്കാനായി താഴേക്ക് പോവാണ്. ക്യാറ്റ് ആണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിച്ച് താഴേക്ക് പോകുന്ന ഗോകുയെ തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുഞ്ഞു പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ നദിയിൽ നിന്ന് വെള്ളമൊക്കെ കോരി അങ്ങനെ കടന്നു വരികയാണ്. അപ്പോഴായിരിക്കും ഗോകു അവിടേക്ക് വരുന്നത് കാണുക. അവിടേക്ക് വന്ന ഗോകു ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഡ്രാഗൺ ബോൾ എടുത്ത് മുകളിലേക്ക് തന്നെ പോകും. അവളാണെങ്കിൽ അത് കണ്ട് വണ്ടറടിക്കും. ഓ നോ, ഗോകു അവൻ ശരിക്കും വളരെ ഫാസ്റ്റ് ആണ്, തീർച്ചയായിട്ടും അവനെ കൊണ്ട് അത് സാധിക്കുന്നൊക്കെ കരുതി അവൾ അങ്ങനെ നിൽക്കും. ഇവിടെ ഗോകു ആണെങ്കിൽ കുറെ കൂടെ സ്പീഡിൽ ഇപ്പൊ മുകളിലേക്ക് കടന്നു വരും. ആ സമയം ക്യാറ്റ് ഓർക്കം വലിച്ചുറങ്ങുകയാണ്. കൺട്രോൾ പോയ ഗോകു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇത് വേസ്റ്റ് ഒന്നും അല്ല, എന്റെ ഗ്രാൻഡ് പേയുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡ്രാഗൺ ബോൾ ആണ്, ഇതാണ് നീ കളയാൻ നോക്കിയെന്ന് പറഞ്ഞ് ഇപ്പൊ ഗോകു ആണെങ്കിൽ അവന്റെ കണ്ണ് തുറന്നു നോക്കും. അതിലാണെങ്കിൽ ഫിഷുകൾ അത് കണ്ട് പേടിച്ച് തെറിച്ചു പോവും. ആ ക്യാറ്റ് ആണെങ്കിൽ എഴുന്നേറ്റ് അവനെ നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം ക്യാറ്റ് വീണ്ടും ആ ഒരു ജഗ്ഗുമായിട്ട് മുകളിൽ പോയി കൂർക്കം വലിച്ചുറങ്ങും. ഗോകു ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ അവിടേക്ക് കടന്നു വരും. അതിനുശേഷം ആ ജഗ് അതെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവന്റെ മനസാക്ഷി അത് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. നോ, ഞാനിത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, ഇറ്റ്സ് നോട്ട് എ ഫെയർ തിങ്, നാളെ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഞാനത് നേടിയെടുക്കുമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ ക്യാറ്റ് കണ്ണ് തുറക്കുകയാണ്. വാവ്, ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇവൻ തീർത്തും സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ ഗോകുയെ തന്നെ നോക്കും. നെക്സ്റ്റ് ഡേ ഗോകു ആണെങ്കിൽ ആ ക്യാറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. ക്യാറ്റ് ആണെങ്കിൽ കാര്യമായിട്ട് ചില സ്ക്രോളുകളൊക്കെ പരിശോധിച്ചു
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗോകു അതെടുക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത മൊമെന്റിൽ ക്യാറ്റ് അവൻ ആ ജഗ് അത് മൂവ് ചെയ്യിപ്പിക്കും. ആ ക്യാറ്റ് ആണെങ്കിൽ ഗോകുവിനോട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറയും. ഈ ശ്വസിക്കുന്ന ശബ്ദം പോലും എനിക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. സോ നീ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അത് കേട്ട് ഗോകു ആണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ക്യാറ്റ് ആണെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് അത് ഡൈവേർട്ട് ചെയ്തും ചാടിപ്പോയും ഒരുപാട് അവന്റെ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തു വിസിബിളായി മാറിയും ഗോകുവിനെ കളിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ മുടിയൻ വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ ഒരു നിമിഷം ഗോകു ആയിട്ടുണ്ടായ ഫൈറ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എങ്കിലും എന്റെ അത്രയും വലിയ അറ്റാക്കിൽ നിന്ന് ആ ചിണുങ്ങു പയ്യൻ അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? തീർച്ചയായിട്ടും അതിന് കാരണം ആ ഡ്രാഗൺ ബോളാണ് അവന്റെ ലൈഫ് അത് സേവ് ചെയ്തത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം അത് സംഭവിക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഡ്രസ്സ് കിട്ടും. അത് കിട്ടിയതിന് ശേഷം ഞാൻ വീണ്ടും അവന്റെ അടുത്തേക്ക് പോയി അവനെ കൊല്ലും. കട്ട് ചെയ്താ ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ വീണ്ടും അതെടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ടത് പറ്റുന്നില്ല. ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവളുടെ പപ്പയുടെ കല്ലറയിൽ ഒരുപാട് പൂക്കൾ വെക്കുകയാണ്. തീർച്ചയായിട്ടും ഗോകു അവൻ തിരികെ വരും. പപ്പയെ അവൻ രക്ഷിക്കും. ഇവിടെ ഗോകു ആണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ പേടിച്ച് നിലവിളിക്കുന്നത് സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ തൊട്ടടുത്തുള്ള ക്യാറ്റിനെ നോക്കും. ക്യാറ്റ് നല്ല ഉറക്കത്തിലാണ്. ഞാൻ എന്താ ചെയ്യുക? എങ്ങനെ ഞാനത് സ്വന്തമാക്കും? എനിക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയെ തിരികെ പിടിക്കണം. അതിനാദ്യം ആ മുടിയനെ അവനെ തകർക്കണം. അതിനെല്ലാം മുൻപായിട്ട് എനിക്ക് ഈ ഹോളി വാട്ടർ കിട്ടണം. അവനാണെങ്കിൽ ക്യാറ്റിനെ നോക്കും. ക്യാറ്റ് നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. ഉടനെ ഗോകുവും ഇപ്പൊ പതിയെ ഉറങ്ങുകയാണ്. അവർ രണ്ടുപേരും ഒരേ ആക്ഷനൊക്കെ ഇട്ട് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ വീണ്ടും കാറ്റും ക്യാറ്റും ഗോകുവും അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ പുറഞ്ചം അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോകു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ആ ഒരു ബോട്ടിൽ അത് സ്വന്തമാക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ആ ക്യാറ്റ് അവനാണെങ്കിൽ ഓരോരോ ഭാഗത്തേക്ക് തെന്നി മാറി അതിനുശേഷം ആ ഒരു ബിൽഡിങ്ങിന്റെ ബ്രിമ്മിലേക്ക് വരികയാണ്. ഗോകു ആണെങ്കിൽ ചാടി വന്ന് ആ ക്യാറ്റിനെ ഇക്കിളി ഇട്ട് കഴിയുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കും വെള്ളവും ആ താഴേക്ക് പോവാണ്. അതെനിക്ക് കിട്ടിപ്പോയെന്ന് പറഞ്ഞ് ഗോകു എടുത്തു ചാടി അത് ക്യാച്ച് ചെയ്യും. ആ ഒരു ക്യാറ്റ് ആണെങ്കിൽ ഷോക്കായി താഴേക്ക് നോക്കും. ഗോകു അവന്റെ വാൽ ഉപയോഗിച്ച് അതിലങ്ങനെ ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം ഗോകു മുകളിലേക്ക് കയറി വരും. വാവ്, അങ്ങനെ എന്റെ ഇത്രയും ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ ഈ ഹോളി വാട്ടർ അത് ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. ഞാനിനി ഇത് കുടിച്ചോട്ടെ. അതിനാ ക്യാറ്റ് പറയും, ഓക്കെ, നിന്റെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ നിനക്കത് കിട്ടിയിരിക്കുകയാണ്. അത് നിന്റെ കർമ്മഫലമാണ്. സോ നിനക്കത് കുടിക്കാം. ഗോകു ആണെങ്കിൽ അത് കുടിക്കും. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും അതിൽ ഫെയിൽ ചെയ്യില്ല. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ആ ക്യാറ്റ് ആണെങ്കിൽ ബാക്കി കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ചില ട്രെയിനിങ് ഒക്കെ അവന് കൊടുക്കാനായിട്ട് ആരംഭിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ടൈലർ അവനാണെങ്കിൽ 3 ദിവസത്തിന് ശേഷം ആ മുടിയന് അവൻ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ അവന്റെ യൂണിഫോം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അത് കിട്ടിയ സന്തോഷത്തിൽ അവനിടും. അതിനുശേഷം അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ടൈലർ ആണെങ്കിൽ അത് കണ്ട് കൺഫ്യൂസ്ഡ് ആവുകയാണ്. നിങ്ങൾ എന്തായി ചെയ്യണേ? 3 ദിവസം ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ ഉണ്ടാക്കിയതാണ്. സോ അതിന്റെ പേയ്മെന്റ് അതെനിക്ക് തരണം. കേൾക്കേണ്ട താമസം മുടിയൻ അവൻ പതിയെ ടേൺ ചെയ്യും. ഓ, നിനക്ക് പേയ്മെന്റ് വേണമല്ലേ? തീർച്ചയായിട്ടും നിനക്കുള്ള പേയ്മെന്റ് അത് ഞാൻ തരാം. സാധാരണ ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നത് ഓപ്പോസിറ്റ് ഉള്ളവരുടെ ജീവൻ എടുത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ നിന്റെ ജീവനും ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് പറയും. അത് കേട്ട ടൈലർ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പേയ്മെന്റ് വേണ്ട. പക്ഷെ അടുത്ത നിമിഷം അവനാണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടി ആളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ പവർ കിട്ടിയ സന്തോഷത്തിൽ ആ പില്ലറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും. അതേസമയം ആ മുടിയൻ വില്ലൻ അവന്റെ ആ തൂണ് അത് വലിച്ചെറിഞ്ഞ് അതിൽ കയറി നിന്ന് ഇപ്പൊ ഗോകുയെ ലക്ഷ്യമാക്കി ട്രാവൽ ചെയ്യും. അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം വീണ്ടും വലിയൊരു വാറിന് തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.